എഞ്ചിനീയറിംഗ് കല്ലുപാറയുടെ സൈബർ ക്ലബ് പ്രസന്റ് ചെയ്യുന്ന സൈബർ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. Myself Sarah Mary Samuel. And I am Abel Jacob. Here we present the best certifications in cyber security. സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ വരുന്നൊരു പ്രൊഫഷണലിന് അറിഞ്ഞിരിക്കേണ്ടതും എടുക്കേണ്ടതായ കുറച്ച് സർട്ടിഫിക്കേഷൻസ് ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ആൻഡ് സൈബർ സെക്യൂരിറ്റിയിലെ സർട്ടിഫിക്കേഷൻസ് എന്തുകൊണ്ട് മാറ്റർ ആകുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആസ് വി കമ്പയർ വിത്ത് ഹൈ പ്രൊഫഷണൽസ് നമുക്കൊന്നുകൂടെ എക്സൽ ചെയ്ത് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഈ സൈബർ സെക്യൂരിറ്റി സർട്ടിഫിക്കേഷൻസ് നമ്മുടെ ഓരോ എക്സ്പീരിയൻസ് ആൻഡ് ലെവൽ അനുസരിച്ചാണ് നമ്മൾ അക്വയർ ചെയ്യേണ്ടത്. ആൻഡ് നമ്മൾ സൈബർ സെക്യൂരിറ്റി സർട്ടിഫിക്കേഷൻസിൻ്റെ കാര്യങ്ങൾ പറയുമ്പം രണ്ട് കാര്യങ്ങൾ മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻഡ് ദർ ഇസ് ടു ഫീൽഡ്സ് ഇൻ സൈബർ സെക്യൂരിറ്റി, റെഡ് ടീം ആൻഡ് ബ്ലൂ ടീം. റെഡ് ടീം എന്ന് പറയുമ്പം അല്ലെങ്കിൽ ഒഫൻസീവ് സൈഡ് എന്ന് പറയുമ്പം അവിടെ മെയിൻലി അറ്റാക്കേഴ്സ് ആയിരിക്കും. ദേ ആർ പ്രോബബ്ലി അറ്റാക്കേഴ്സ്. അറ്റാക്കേഴ്സ് എന്ന് പറയുമ്പം ഹാക്കേഴ്സ് അല്ല, ദേ ആർ എത്തിക്കൽ ഹാക്കേഴ്സ്. എത്തിക്കൽ ഹാക്കേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ മെയിൻ ടീം നമ്മൾ ഓർക്കേണ്ടത് പെർമിഷൻസ് ആയിരിക്കും. പെർമിഷനുള്ള ആൾക്കാരായിരിക്കും ഈ റെഡ് ടീം എന്ന് പറയുന്നത്. ആൻഡ് ഓൺ ദ അതർ സൈഡ് ബ്ലൂ ടീം. ബ്ലൂ ടീം എന്ന് പറയുമ്പോൾ ദേ ആർ ഡിഫൻഡേഴ്സ്. ആ മെയിൻ ഡിഫറൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഈ റെഡ് ടീമാണോ ബ്ലൂ ടീമാണോ നല്ലതെന്ന് ചോദിച്ചാൽ ഒരു ഓർഗനൈസേഷൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ റെഡ് ടീമിൻ്റെ ആവശ്യമുണ്ട്, ബ്ലൂ ടീമിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ രണ്ടിലും വർക്ക് ചെയ്യണം എന്നുള്ള ഒരാളാണെങ്കിൽ നമുക്ക് വി ക്യാൻ സ്വിച്ച് ഇൻ ടു പർപ്പിൾ ടീം. അപ്പം ആദ്യമായിട്ട് നമുക്ക് റെഡ് ടീമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ റെഡ് ടീമിൽ ഏറ്റവും ബിഗിനർ ലെവൽ സർട്ടിഫിക്കേഷനാണ് EJPT, E-Learn സർട്ടിഫൈഡ് പെനിട്രേഷൻ ടെസ്റ്ററാണ് EJPT എന്ന് പറയുന്നത്. അതൊരു ബിഗിനർ ലെവൽ സർട്ടിഫിക്കേഷനാണ്. ഒരു സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ ഇൻട്രോ എടുക്കുന്ന ആളുകൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് സർട്ടിഫിക്കേഷനാണ്. പ്രാക്ടിക്കൽ ലെവലാണ് സർട്ടിഫിക്കേഷൻ. അത് കഴിഞ്ഞിട്ട് വരുന്ന സർട്ടിഫിക്കേഷൻ CEH ആണ്, സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കർ എന്നാണ് സർട്ടിഫിക്കേഷൻ വരുന്നത്. അത് 2 ലെവലായിട്ടാണുള്ളത്. ഒന്ന് പ്രാക്ടിക്കൽ സെഷനും പിന്നൊരു തിയറി സെഷനുമാണ് വരുന്നത്. ഈ തിയറിയും പ്രാക്ടിക്കലും നമ്മൾ പാസ്സായാൽ നമ്മൾ മാസ്റ്റർ ഓഫ് CEH എന്നായിരിക്കും സർട്ടിഫിക്കേഷനിൽ പറയുന്നത്. ആൻഡ് ബ്ലൂ ടീമിൽ നമ്മൾ മെയിനായിട്ടുള്ള സർട്ടിഫിക്കേഷൻസിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ CompTIA സെക്യൂരിറ്റി പ്ലസ് അത് പ്രൊവൈഡ് ചെയ്യുന്ന CompTIA ആയിരിക്കും ഓഫർ ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ 3 year വാലിഡിറ്റി ആയിരിക്കും മെയിനായിട്ട് ഉൾക്കൊള്ളുന്നത്. പിന്നെ അതിൻ്റെ ഒരു എക്സാം എന്ന് പറയുമ്പോൾ 90 minutes ഒക്കെ ആയിരിക്കും അതിൻ്റെ എക്സാംസ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സൈബർ സെക്യൂരിറ്റിയുടെ തന്നെ SOC അനലിസ്റ്റ് പ്ലസ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കേഷൻസ് ഉണ്ടായിരിക്കും. അതും 3 year വാലിഡിറ്റി ആയിരിക്കും പിന്നീട് വരുന്നത്. ഈ CompTIA സെക്യൂരിറ്റി പ്ലസ് എന്ന് പറഞ്ഞാൽ ഒരു ബിഗിനർ ലെവൽ സർട്ടിഫിക്കേഷൻ ആയിരിക്കും. പിന്നെ SOC അനലിസ്റ്റ് പ്ലസ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർമീഡിയറ്റ് സർട്ടിഫിക്കേഷൻ ആയിരിക്കും. പിന്നെ നമ്മൾ അഡ്വാൻസ് ലെവലോട്ട് പോകുമ്പം CISSP ആൻഡ് CISM നമുക്ക് എഴുതാനായിട്ട് പറ്റും. ബട്ട് മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ CISSPയും CISMഉം വരുമ്പം അവിടെ നമുക്ക് എക്സ്പീരിയൻസ് മാറ്റർ ആവും. മെയിൻലി വേവേഴ്സ് വരുമ്പോൾ 2 year അല്ലെങ്കിൽ 1 year എക്സ്പീരിയൻസ് എങ്കിലും ഉള്ള ആൾക്കാർക്ക് ഈ ഒരു സർട്ടിഫിക്കേഷൻസിലൂടെ നമുക്ക് അപ്ലൈ ചെയ്ത് ഇടാനെങ്കിലും പറ്റും. ബട്ട് CompTIA സെക്യൂരിറ്റി പ്ലസ് അല്ലെങ്കിൽ നമുക്ക് SOC അനലിസ്റ്റ് പ്ലസ് നമ്മൾ പഠിക്കുമ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സർട്ടിഫിക്കേഷൻസ് ആയിരിക്കും. പിന്നെ ഇതിൽ ബെസ്റ്റ് സർട്ടിഫിക്കേഷൻസ് ഏതാണെന്ന് ചോദിച്ചാലും ഇപ്പോൾ റെഡ് ടീമിൻ്റെ സർട്ടിഫിക്കേഷൻസ് പറഞ്ഞു, ബ്ലൂ ടീമിൻ്റെ സർട്ടിഫിക്കേഷൻസും പറഞ്ഞു. ഇതിൽ ബെസ്റ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ബിഗിനർ ലെവൽ ആസ് എ സ്റ്റുഡൻറ്റ് നമ്മൾ എടുത്തു വെച്ചിരിക്കേണ്ട 2 സർട്ടിഫിക്കേഷൻസ് ഉണ്ട് വെൻ വി കംപ്ലീറ്റ് അവർ 4th year. ഏതാണെന്ന് വെച്ചാൽ CEHഉം അതുപോലെ തന്നെ CompTIA സെക്യൂരിറ്റി പ്ലസും. CompTIA സെക്യൂരിറ്റി പ്ലസും CEHഉം നമ്മുടെ റെഡ് ടീമിൻ്റെയും ബ്ലൂ ടീമിൻ്റെയും ബിഗിനർ ലെവലായിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ആയിരിക്കും. പിന്നീട് നമ്മൾ 4th year കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഫീൽഡ് ഏതാണ്, ഇപ്പോൾ എനിക്ക് റെഡ് ടീമാണ് പോകേണ്ടതെങ്കിലും CEH, പിന്നെ നമുക്ക് പെനിട്രേഷൻ ടെസ്റ്ററിൻ്റെ ജൂനിയർ പെനിട്രേഷൻ ടെസ്റ്റർ, അങ്ങനത്തെ സർട്ടിഫിക്കേഷൻ നമ്മുടെ ജോലിയോടൊപ്പമേ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം അതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. 1 lakh 2 lakh. ഈവൻ CISSPയും CISM എന്ന് പറയുന്നതും 3 lakh to 4 lakh ആയിട്ടുള്ള ഒരു എക്സാംസ് ആണ് വരുന്നത്. അപ്പം നമ്മുടെ ജോലിയോടൊപ്പം തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സർട്ടിഫിക്കേഷൻസ് ആയിരിക്കും പിന്നീട് അഡ്വാൻസ് ലെവലിൽ വരുന്നത്. പിന്നെ അഡ്വാൻസ് ലെവൽ വരുന്ന വേറെ സർട്ടിഫിക്കേഷനാണ് OSCP എന്ന് പറയുന്നത്. ഒഫൻസീവ് സെക്യൂരിറ്റി സർട്ടിഫൈഡ് പ്രൊഫഷണൽ എന്നാണ് OSCPയുടെ ഫുൾ ഫോം വരുന്നത്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഒഫൻസീവ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനാണ്. അത് ഒരു ഏറ്റവും അഡ്വാൻസ് ലെവൽ സർട്ടിഫിക്കേഷൻസിലൊന്നാണ്. ഈ OSCP ഉള്ള ഒരാൾക്ക് ഒരു എക്സ്പെക്റ്റഡ് സാലറി എന്ന് പറയുന്നത് ഒരു 1 lakh to 3 lakh ആ ഒരു റേഞ്ച് ആയിരിക്കും സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുന്നത്. ഈ OSCP
എടുക്കാൻ മിനിമം നമുക്കൊരു 3 or 4 years എക്സ്പീരിയൻസ് വേണം. പിന്നീട് നമുക്ക് ഈ സർട്ടിഫിക്കേഷൻസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ചോദിക്കുമ്പോൾ മെയിനായിട്ടുള്ള ടിപ്സ് വരുന്നത് ട്രൈ ഹാക്ക് മീ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഹാക്ക് ദ ബോക്സ് ഉണ്ട്. ഈ ഒരു പ്ലാറ്റ്ഫോംസ് ഒക്കെ നമ്മൾ ഈ ഒരു തേർഡ് ഇയർ അല്ല, നമ്മുടെ കരിയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ടേ നമ്മളിതിന് പ്രാക്ടീസ് ചെയ്യണം. മെയിൻലി നമ്മൾ പ്രാക്ടിക്കൽ സൈഡായിരിക്കും നോക്കുന്നത്. പിന്നെ സർട്ടിഫിക്കേഷൻസിൻ്റെ കാര്യങ്ങൾ വരുമ്പം എന്തിനാണ് സർട്ടിഫിക്കേഷൻ ചോദിച്ചാൽ ഈ ഒരു നമുക്കൊരു ബി.ടെക് സ്റ്റുഡൻറ്റ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ബി.ടെക് സ്റ്റുഡൻറ്റും അതുപോലെ തന്നെ സർട്ടിഫിക്കേഷനുള്ള ഒരാളോട് നമ്മൾ കമ്പയർ ചെയ്യുമ്പം മെയിൻലി നമ്മുടെ ഓർഗനൈസേഷൻ എടുക്കാനുള്ള സാധ്യത ആ ഒരു സർട്ടിഫിക്കേഷൻസ് ഉള്ള ആൾക്കാരായിരിക്കും. സോ നമ്മളൊരു എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയറിങ്ങിൻ്റെ കൂടെ തന്നെ സൈബർ സെക്യൂരിറ്റി ആ ഫീൽഡെങ്കിൽ അതിൻ്റെ കൂടെ സർട്ടിഫിക്കേഷൻ എടുത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഈ എപ്പിസോഡ് വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പം നമ്മൾ ഇനിയും കുറേ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ്സുമായിട്ട് വരുന്നതായിരിക്കും. പിന്നെ പുതിയ പുതിയ അതിഥികളെ കൊണ്ടുവരുന്നതായിരിക്കും, പുതിയ സെഷൻസ് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക. അതുവരേക്കും ബൈ.